സ്ത്രീകളുടെ ജീവിത അനുഭവങ്ങളെ പാഠങ്ങളാക്കുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. And ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ രണ്ട് വ്യക്തികളാണ്. വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. നിത ആൻഡ് റോമി. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ക്യൂട്ടായിട്ടുള്ള കപ്പിൾസിനാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത്. അവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് ഗെയിമൊക്കെ കളിപ്പിച്ച് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. റെഡിയാണ്, എന്തിനും ഏതിനും റെഡി ആയിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത്. എന്താണ് എന്താ പറയാ, കുറച്ചധികം റെഡിയാണ്. അപ്പോ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടുപേരെയും. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും ഇരിക്കാനുള്ള ഒരു കസേര കൂടി ഞാൻ തരാം, ഇരുന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങാല്ലേ വിശേഷം. ഈ വെറുതെ അല്ല ഭാര്യയുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ പങ്കെടുത്തു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, ഒരുപാട് പെർഫോമൻസുകൾ ഒരുമിച്ച് ചെയ്തു. ആൻഡ് നിങ്ങൾ ചെറുപ്പം മുതലേ ഈ പാട്ട്, ഡാൻസ് അങ്ങനെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നോ? ഞാൻ സ്കൂളില് മോണോ ആക്ട് അങ്ങനത്തെ പരിപാടികൾ പാടുമായിരുന്നു. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാടും. നമ്മൾ അന്നും ഇന്നും എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ള കാര്യമാണ് അവിടെ. ഷൈ ആയിട്ട് മാറിയിരിക്കണ പരിപാടിയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും പറ്റണ പോലെ ചെയ്യും. അതെ, ശരി. അപ്പൊ എന്തായാലും ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? Passing by my way today she made a special sign, seeing all her lovely grace the sun for me did shine. Whispering she's here, she's so very dear, how can I describe what it is when she is near? I'm dizzy, uneasy, she just passed away, feeling funny, oh honey, don't let me down today. Tell me how far she is, she's what my heart believes. I got to meet her now, one chance I want somehow. Help me live a day, just help me live today. Help me live a day, just help me live today. All the colors on your face says that love is here. Someone who had gone away is so very dear. All the colors on your face says that love is here. Someone who had gone away is so very dear. Whispering she's here, she's so very dear. How can I describe what it is when she is near? I'm dizzy, uneasy, she just passed away, feeling funny, oh honey, don't let me down today. Tell me how far she is, she's what my heart believes. I got to meet her now, one chance I want somehow. Help me live a day, just help me live today. Help me live a day, just help me live today. അയ്യോ, ഇത് ഗംഭീരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ, അതായത് നിങ്ങൾ രണ്ടുപേരും ആ റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് ഫെയിമിലേക്ക് എത്തി. പിന്നെ നിങ്ങളിപ്പോ സിനിമ രംഗത്തും കൂടി സജീവമായിട്ടിരിക്കുകയാണ്. ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഓരോരോ സിനിമകളിൽ പാറിപ്പറന്ന് നടക്കാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ അഭിനയിച്ചു, പുള്ളിക്കാരൻ മമ്മൂക്കയുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരൻ സ്റ്റാറാൽ ഇതുപോലെ ഞങ്ങൾ രണ്ട് അധ്യാപകര് മമ്മൂക്ക ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ കുറെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് സപ്പോർട്ടുമായിരുന്നു മമ്മൂക്ക. നിങ്ങൾ ലൈഫിൽ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളിൽ ഒരു കാര്യം അതുമായിരിക്കും. ഈ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്, ചിലർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യം കുറച്ച് അധികം കഷ്ടമായിരുന്നു. ഞാൻ ഒരു ഓൺലൈൻ ഇതിൽ കണ്ടു. ഭയങ്കര കഷ്ടമായിരുന്നു ആ ഒരു വിഷമഘട്ടം. അല്ല, ഭയങ്കര കഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തില് നമ്മുടെ വളരെ സന്തോഷമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ 4 പേര്, അതായത് പ്രോമിയും ഞാനും ഞങ്ങളുടെ 2 മക്കളും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഈ 4 പേരും 4 സ്ഥലത്താവുന്ന ഒരവസ്ഥയായിരുന്നു ഈ കൊറോണ സമയത്ത്. പ്രോമിക്ക് ആണ് കൊറോണ ഫസ്റ്റ് തുടങ്ങിയത്. ഞങ്ങൾ 2 പേരും ന്യൂമോണിയ ബാധിച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പൊ ന്യൂമോണിയ വന്നിട്ടാണ് അതിന്റെ കൂടെ കൊറോണ വന്നു. കോവിഡ് വന്ന് അത് കോവിഡ് ന്യൂമോണിയ ആയിട്ട് മാറും. അത് ഇച്ചിരി സീരിയസ് ആയി പോയി. എനിക്കാണ് കൂടുതലും സീരിയസ് ആയത്. റോമി 45 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ICU. അതിനകത്ത് 27 ഡേയ്സ് ഞാൻ ICU-ലായിരുന്നു. ഞാൻ ഒരു 20 ദിവസം കിടന്നു വിത്ത് ഓക്സിജൻ. അപ്പോൾ എൻ്റെ ഒരു
നമുക്ക് ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും മുമ്പിലില്ല. കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പ്രോമി കുറച്ച് സിവിയർ ആയ കാരണം പ്രോമിനെ വേറെ ഹോസ്പിറ്റലിലേക്ക്, ICU സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രോമിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. കാരണം ആ സമയത്ത് അത്ര ഹോസ്പിറ്റലുകളിൽ നമുക്ക് ബെഡ് പോലും അവൈലബിൾ ആയിരുന്നില്ല. ആ സിറ്റുവേഷൻ ആയിരുന്നു സെക്കൻഡ് വേവിൻ്റെ സമയത്ത്. കറക്റ്റ് 1 വർഷം ആകുന്നു. ആ സമയത്ത് ഒരു മോന് കൊറോണ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ താഴത്തെ നിലയിൽ കൊറോണയുള്ള ആള്, ഒരു മോൻ ഉണ്ടായിരുന്നില്ല, ആ മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പം 4 പേരും 4 സ്ഥലത്ത് പരസ്പരം കാണാനോ എന്താണ് അവസ്ഥകൾ എന്ന് അറിയാനും പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലേ? എൻ്റെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ ഞാൻ ICUലാണ്. നമ്മൾക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ 1 ദിവസമല്ല 2 ദിവസമല്ല ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല, ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഡയറക്റ്റായിട്ടൊന്ന് ശ്വസിക്കാൻ പറ്റണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാര്യം എത്ര ദിവസമാണ് ആ കിടപ്പ് കിടന്നത്. കിടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചെനിക്കുമ്പോൾ എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മേത്ത് ഈ എല്ല് മാത്രമേ ഉണ്ടായിരുന്നു, എൻ്റെ മസിൽസൊക്കെ പോയി, എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താണ് പിന്നെ നടന്ന് ഡോക്ടേഴ്സ് എന്താ, അതായത് ഭയങ്കര സീരിയസ് ഒരു ക്രിട്ടിക്കൽ, ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമോണിയ ബാധിച്ച് നമ്മുടെ ലങ്സ് പൂർണ്ണമായിട്ടും ഇങ്ങനെ വീക്കാവല്ല, ദ്രവിച്ച് ചീത്തയായി പോവാന്ന് പറയില്ലേ, അതന്നെ ദ്രവിച്ച് സിവിയർലി ഡാമേജ്ഡ് ആവാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ലങ്സിന്റെ. അപ്പോൾ ഒരു ചുമ പോലും പ്രോമിയുടെ ലങ്സിന് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഡോക്ടറോട് എന്നും, ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ, അപ്പോൾ ഡോക്ടർ എന്നും ഉച്ചയ്ക്ക് റിവ്യൂ പറയാനായിട്ട് റൗണ്ട്സ് കഴിയുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും പ്രോമിയുടെ സ്ഥിതി എന്താ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും ഇതാ നമുക്ക് നോക്കാം. നമുക്ക് ശ്രമിക്കാം, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ സമയത്തൊരു അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ, ഇങ്ങനെ ഓരോ ദിവസവും കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ എനിക്കും എൻ്റെ കോവിഡിൻ്റെ ലെവലും കൂടി തുടങ്ങി. ഞാൻ ഫുൾ ഓക്സിജൻ സപ്പോർട്ടിലാണ്. പ്രോമിയും ഞാനും ഒരുമിച്ച് പോവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഒരു ടെൻഷൻ. 2 മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, അവർക്കൊന്നും അറിയില്ല, ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ മൂത്ത മോനോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായി. കാരണം നാളെ ഞങ്ങൾക്ക് 2 പേരും ഞങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, മക്കൾ 2 പേരും ഒരു സ്ഥലത്ത്, നമുക്ക് എല്ലാവരും ചുറ്റുമുണ്ട്, പക്ഷെ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ആ സമയത്ത്. കാരണം ഞാൻ ഹെൽപ്ലെസ് ആണ്. ആ ഒരു നമ്മളെ ആകെ ഒന്ന് കാണാൻ വരുന്നത് ഈ നഴ്സുമാരാ, ഇവരുടെ മുഖം മാത്രമാണ് നമ്മൾ കാണുന്നത്, നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും. അപ്പോഴാണ് ശരിക്കും അവർ മാലാഖയാണെന്നായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. ആ സമയത്ത് വേറെ ആരും ഇല്ല മിണ്ടാൻ. കിടക്കുമ്പോൾ ഈ മുകളിൽ ഒരു മുറി 4 ചുമര്, മുകളിലത്തെ ഭിത്തി, ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിജീവിക്കാൻ പറ്റി, അതിനെ ഓവർകം ചെയ്തു. ഇതും കടന്നു പോകും. അതെ ഇതും കടന്നു പോകുന്നു പറഞ്ഞ പോലെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും 2 പേരും കുറച്ച് ഇമോഷണൽ ആയെങ്കിൽ പോലും പുതിയ ഒരു ലൈഫിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഹാപ്പി ആവട്ടെ. ഇതേപോലെ തന്നെ ദൈവം എപ്പോഴും നിങ്ങളിങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യേണ്ട ഒരു കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ കുട്ടിയെ വിളിക്കാനുള്ള ഒരു സമയമായിരിക്കാണ്. പാട്ടാണോ ഡാൻസ് ആണോ എന്തൊക്കെയാണ് കലാപരിപാടി എന്നൊക്കെ നമുക്ക് വന്നിട്ട് ചോദിക്കാം. വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവനന്ദ. ഓക്കെ ദേവനന്ദ, സുഖമായിട്ടിരിക്കണോ? അതായത് എത്ര വയസ്സുണ്ട് ഇപ്പം? 11 വയസ്സ് കഴിഞ്ഞു. 11 വയസ്സേ ഉള്ളൂ. പക്ഷെ ആളൊരു 10-16 പാട്ട് ഇതിനിടയിൽ പാടിക്കഴിഞ്ഞു. അതാണ് ഹൈലൈറ്റ്. ഒരു ഡിവോഷണൽ വൈറൽ സിംഗർ ആണ് നമ്മുടെ ദേവനന്ദ അല്ലേ? ഒരുപാട് പാട്ടുകൾ, ഡിവോഷണൽ പാട്ടുകൾ, ഏകദേശം ഒരു 16 മുകളിൽ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചില്ലറക്കാരി അല്ല ഇവിടെ വന്നിരിക്കുന്നത്, കുഞ്ഞു പ്രായമാണെങ്കിലും. പക്ഷെ പാട്ട് പഠിച്ചിട്ടില്ല മോള് അല്ലേ? ഒരു 7 മാസമൊക്കെ. 7 മാസേ ആയതുള്ളൂ. അതിന് മുൻപ് അപ്പൊ ആരാ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നോണ്ടിരുന്നത്? കേട്ട് പഠിക്കായിരുന്നോ? കേട്ട് പഠിക്കായിരുന്നു. ആദ്യമായിട്ട് ഒരു പാട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടിപൊളി നല്ലത് എന്നൊക്കെ പറഞ്ഞ ഏത് പാട്ടായിരുന്നു? ഈ തുളസിക്കതിർ എന്നൊരു പാട്ടായിരുന്നു. തുളസിക്കതിർ നുള്ളിയെടുത്ത് അല്ലേ?
നമുക്ക് വേണ്ടിട്ട് അതിന്റെ ഒരു 4 വരി പാടുവോ? ആ ആ യെസ്, റെഡി. കണ്ണാ 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 തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണെണ്ടൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണെണ്ടൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണെണ്ടൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. നമ്മൾ സംസാരിക്കുന്നത് പോലെ അല്ല, പാട്ട് പാടുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസും Thank you. നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടി. നമുക്ക് ഒരിക്കലും ചെറിയ ആളുടെ ഉള്ളിൽ നിന്നാണോ ഇത്ര സൗണ്ട് അതല്ല, പറഞ്ഞത്? ആദ്യം നമ്മൾ വന്ന് സംസാരിച്ചാൽ തുടങ്ങിയപ്പോൾ ആൾ ഇങ്ങനെയൊക്കെ ഇരുന്ന ആള് ആ പാട്ടങ്ങൾ പാടി തുടങ്ങിയപ്പോ പുലിയായി മാറി. പുലിക്കുട്ടിയായി നല്ല മാറി. നല്ല നന്നായിട്ട് പാടി. നല്ല ഇപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. യെസ്, അപ്പൊ ദേവനന്ദയുടെ അച്ഛനാണ്. അതെ അതെ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. വർക്ക് ചെയ്യാണോ? അതെ, എനിക്ക് ചെറിയ ബിസിനസ് ആണ് നാട്ടിൽ തന്നെ. നാട് ഇവിടെ ആറന്മുളയാണ്. ആറന്മുള. പത്തനംതിട്ട. പറയൂ, ഈ പാട്ട് എങ്ങനെയാണ് ദേവനന്ദയിൽ ഇങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ വിടണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ കണ്ടുപിടിച്ചത്? ആറന്മുള അമ്പലത്തിനോട് ചേർന്നായോണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ശരി. അപ്പം അന്നേരമാണ് ഇങ്ങനെ ഇവള് പാടും. അപ്പം ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്നിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പതുക്കെ ഞങ്ങൾ എന്നോട് ഒരു പാട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ പിന്നെ തുളസിക്കെതിരെ പാടി. അങ്ങനെ മോള് ആദ്യം എല്ലാവരും ഒന്ന് അറിഞ്ഞത്. അത് ശരി, സൂപ്പർ. അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇനിയിപ്പോ അനീത്തിയുടെ കാര്യം എങ്ങനെയാണ്? അനീത്തി കുട്ടി പാട്ട് പാടുവോ? പാടും പാടും പാടും. പാടും. മോളുടെ പേരെന്താ? ദക്ഷിണ ദക്ഷിണ. ഏത് ക്ലാസ്സിലാ? 2ല്. 2ല്. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ചേച്ചിയുടെ പാട്ടൊക്കെ ഇഷ്ടമാണോ? ചേച്ചിയാണോ ദക്ഷിണയാണോ നന്നായിട്ട് പാടുക? ഞങ്ങൾ രണ്ടുപേരും പാടും. രണ്ടുപേരും സൂപ്പറായിട്ട് പാടുവോ? എന്നാ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരുമോ? ചേച്ചി സപ്പോർട്ട് ചെയ്തോളൂ, പാടിക്കോ. ആ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കൂടിലിലെ മാണിക്യപ്പൈകിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു ഒരു വാനം പാടിയെ സ്നേഹിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കൂടിലിലെ മാണിക്യപ്പൈകിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു ഒരു വാനം പാടിയെ സ്നേഹിച്ചു. കൂട്ടുകാരറിഞ്ഞില്ല വീട്ടുകാരറിഞ്ഞില്ല കൂട്ടിലിരുന്നവൾ കനവു കണ്ടു ഓരോ കിനാവിലും മാലാഖമാർ വന്നു ശോഷന്ന പുഷ്പങ്ങൾ ചൂളിച്ചു അന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂളിച്ചു. അടിപൊളി, മിടുക്കിയായിട്ട് പാടിയല്ലോ. നല്ല അസലായിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലേ? നല്ല ഭംഗി. ചേട്ടൻ നന്നായിട്ട് ആസ്വദിച്ചു. അതെ, ശരിക്കും അവള്
ഗുഡ് ഗുഡ് ഗുഡ്, നന്നായിട്ട് പാടി. ഗംഭീരം. താങ്ക് യു. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടാ. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇനി നമുക്ക് അമ്മ ദേവനന്ദയുടെ പോലെ അതേ ചായ ഉണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, മുടിയും ചിരിയും ഒക്കെ അല്ലേ? അങ്ങനെ എല്ലാരും പറഞ്ഞോ? എല്ലാരും അങ്ങനെ പറയോ? എനിക്ക് വയ്യ. എല്ലാവരും പറയാറുണ്ട്. എല്ലാരും പറയാറുണ്ട്. ശരി, അമ്മയുടെ പേര് പറയൂ. എൻ്റെ പേര് സൂര്യ. സൂര്യ. ചേച്ചി എങ്ങനെയാണ് ചെറുപ്പത്തിലെ കോളേജിൽ പഠിക്കുമ്പോൾ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ, അതെയോ ഒന്നിലുമില്ല? ഇല്ല ഒന്നിലുമില്ല. ഇപ്പൊ മോളുടെ പാട്ടിനും ഒക്കെ ആയിട്ട് രണ്ടുപേരുടെയും കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നടക്കും. വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നു. പഞ്ചായത്തില്. ശരി.